ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് പറഞ്ഞ ഒരു കിഡിലൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. യൂറോപ്പിലോട്ട് വേക്കൻസികൾ എങ്ങനെ ഡയറക്റ്റ് ജോബ് ഹണ്ട് ചെയ്തെടുക്കുക എന്നതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റോളം ഉണ്ട് വീഡിയോ. കാരണം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിലെ പലവരും യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ജോബുകൾക്ക് വേണ്ടിയിട്ട് വേക്കൻസികൾക്ക് വേണ്ടി നമ്മൾ പല ഏജൻസികൾക്കും കൊടുത്തിട്ട് പൈസ കൊണ്ട് കളയാൻ നിൽക്കരുത്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിനോട് വെച്ചാൽ ജോലികൾ കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട്. ചാൻസുകളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട രീതിയിൽ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നോക്കുകയെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ പ്രകാരം നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വീഡിയോ ഇരുന്ന് ഫുള്ളായിരുന്നു കാണുക, വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എന്ന് വെച്ചാൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിൽ ജോലി നേടാൻ വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ബേസ്ഡ് ആയിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു റെസ്യൂമെ ഉണ്ടാക്കണം. ഇപ്പോൾ റെസ്യൂമെ ഉള്ളവരുടെ കാര്യമല്ല, ഇല്ലാത്തവരുടെ കാര്യം. കാരണം വെച്ചാൽ ഇപ്പോൾ അൺസ്കിൽ കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഞാൻ വിശദമാക്കി തരാനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ യൂറോപ്പിൽ അൺസ്കിൽ നേടാൻ ചെയ്യേണ്ടത് ലക്ഷ്യമിടുന്ന രാജ്യം തിരഞ്ഞെടുക്കുക. കാരണം വെച്ചാൽ അൺസ്കിൽ കൂടുതൽ അവസരങ്ങളുള്ള രാജ്യങ്ങളാണ് പോളണ്ട്, സ്ലോവേനിയ, ഹംഗറി, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ, അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഞാനൊരു സെർച്ച് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ചാൻസസ് ഉണ്ടോ നോക്കി അതൊരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ നെതർലാൻഡിൽ വെയർഹൗസ് ജോലികൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഇവിടെയുള്ള അവസരങ്ങൾ, പ്രധാന ജോലികളും ഞാൻ പറഞ്ഞുതരാം. വെയർഹൗസ് വർക്കർ, പാക്കർ, ലോഡർ, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, ഫാം വർക്കർ, ഗ്രീൻ ഹൗസ് ജോബ്, ഫാക്ടറി ഹെൽപ്പർ, പ്രൊഡക്ഷൻ ലൈൻ, കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ട്, ഡിഷ് വാഷർ ആയിട്ട്, ഇതുപോലുള്ള കാറ്റഗറികളാണ് അൺസ്കിൽ കാറ്റഗറിയിൽ ജോലി വരാനുള്ള ചാൻസസ്. യൂറോപ്പിലോട്ട് പോകാൻ ആവശ്യമുള്ളവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരമാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കീവേഡ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ആവശ്യമുള്ള യോഗ്യത എന്ന് പറയാൻ 10ാം ക്ലാസ് മാത്രമായി +2 വരെ പഠിച്ചാൽ വളരെ ഉത്തമം. ഒരു ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ B1 ലെവലെങ്കിലും അവർ പറയുന്നുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ ഏറ്റവും ബെറ്റർ തന്നെയാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇതൊക്കെ ശാരീരിക എന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PC എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ജോലി എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ പോലെ നേരത്തെ ഒരുപാട് ഏജൻസികളിൽ എന്ന് വെച്ചാൽ ഏജൻസികളിൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഡയറക്റ്റ് എങ്ങനെ ജോലി ഹണ്ട് ചെയ്യാം, ജോലി എങ്ങനെ നമുക്ക് അന്വേഷിക്കാം എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലൈവ് ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അതിൽ കുറച്ച് കറക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്കത് വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന്റെ എല്ലാ വശങ്ങളും ഞാനത് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോലി എങ്ങനെ കിട്ടും അതിനുള്ള വെബ്സൈറ്റുകളാണ്. ഉറീസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, വർക്കിലിൻ NL എന്നാണ് വെച്ചാൽ .in ന്യൂസിലാൻഡിലോട്ട് വരുന്നതാണ്. ജോബിൻ PL അത് പോളണ്ടിലോട്ടാണ്. glassdoor.com അത് എവിടത്തെ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇന്ത്യയിലും നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വിസയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്ക് വിസ പ്രോസസ്സ്. ജോലി കിട്ടാൻ കമ്പനി നിങ്ങൾക്കായി വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. വർക്ക് പെർമിറ്റ് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കമ്പനി നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു എംപ്ലോയറിനെ നമുക്ക് കണ്ടെത്തുക എന്നുള്ള നല്ലൊരു കമ്പനി കണ്ടെത്തുക. യൂറോപ്പിൽ ഒരു എംപ്ലോയറിനെ കണ്ടെത്തുക എന്നാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. അതിനുള്ള സൈറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഉറീസ് എന്ന് പറഞ്ഞതും വർക്ക് ലൈൻ എന്നുള്ളതും ജോബ് ലൈൻ എന്നുള്ള ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്നാണ് നമ്മുടെ എംപ്ലോയറെ നമ്മൾ കണ്ടെത്തുക. അതിന് നമ്മളൊരു കറക്റ്റായിട്ട് നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ജോബ് കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മെയിലിൽ എന്തൊക്കെ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾക്ക് ഞാൻ വിശദമാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്ത് നമ്മുടെ CV കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അയച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു കാറ്റഗറിയിൽ അവർക്ക് വേക്കൻസിയും കാര്യങ്ങളുണ്ട് പറഞ്ഞത്.
പറഞ്ഞു വെച്ചാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തെങ്കിലും മെയിൽ ചെയ്ത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നമ്മൾ നേരിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അവർ പറയുന്ന രീതിയിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാലാണ് പിന്നീടാണ് ജോബ് ഓഫർ നമുക്ക് തരിക. ജോബ് ഓഫർ ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അതിൽ സാലറിയും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മളത് ഓക്കെ ആണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ നമ്മുടെ CV-യും മോട്ടിവേഷൻ ലെറ്റർ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ PCC തൊട്ടിട്ട് ബാക്കിയുള്ള VFN സ്ലോട്ട് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എംബസി വഴി അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസി വഴി വിസ അപ്ലൈ ചെയ്യണം. അതാണ് ലാസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ CV വിത്ത് കവർ ലെറ്ററുകൾ ഉണ്ടാക്കണം. അതിനുള്ള സൈറ്റ് ഞാൻ കാണിച്ചു തരാം. അത് ഷോർട്ടായിട്ട് തന്നെ കാണിച്ചു തരുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു മികവിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമോ അല്ലാതെ വെബ്സൈറ്റോ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ നിങ്ങളുടെ ഫോണിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അപ്പോൾ ഉറീസ് വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ഓരോന്നോരോന്നായി എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയതിന് ശേഷം എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെ ആയിരിക്കില്ല ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ആയിരിക്കും വരിക. യൂറോപ്പ CV ഉണ്ടാക്കുന്ന കവർ ലെറ്റർ ഉണ്ടാക്കാം, യൂറോപ്പ CV ഉണ്ടാക്കാം. ഇതുപോലുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും. നിങ്ങളിൽ പലവർക്കും ഈ വെബ്സൈറ്റുകൾ അറിയുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജോബ് ഹണ്ടിങ്ങും ചെയ്യാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം, അത് പിന്നീട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് CV ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ CV ഉണ്ടാക്കിയതിന് ശേഷം അതുപോലെ തന്നെ കവർ ലെറ്റർ ഉണ്ടാക്കാം. അത് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അതുപ്രകാരം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്രിയേറ്റ് യൂറോപ്പ CV എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു വെച്ചാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഒരു ടാബ് ആയിരിക്കും ഓപ്പൺ ആകുക. അപ്പോൾ സ്റ്റാർട്ട് യുവർ പ്രൊഫൈൽ അത് വേണമെങ്കിൽ അങ്ങനെ പിന്നെ ഒന്ന് സ്റ്റാർട്ട് ഫ്രം യൂറോപ്പ CV അപ്ലോഡ്. ഇത് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്ത് പഴയൊരു ഏതെങ്കിലും ഒരു യൂറോപ്പ CV എന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലോട്ട് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇല്ല പറഞ്ഞു വെച്ചാൽ ക്രിയേറ്റ് ന്യൂ CV. ഓക്കെ, അപ്പോൾ പുതിയ CV ഉണ്ടാക്കാൻ നോക്കുക. പുതിയൊരു തരം CV ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഒരു ടാബ് ഓപ്പൺ ആയി വരും. അപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ നമ്മുടെ പേര്, ഇപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. സെക്കൻഡ് നെയിം എല്ലാം ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അബൌട്ട് മീ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള എന്താണ് നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഇതിൽ അബൌട്ട് മീ നിങ്ങൾക്ക് അടിക്കാൻ ടൈപ്പ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല പറഞ്ഞു വെച്ചാൽ ചുമ്മാ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ട, ഒരു ചാറ്റ് GPT എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് വീണ്ടും ഉപകാരപ്പെടും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്നൊരു ഹായ് ഒക്കെ അയച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ പേര് പ്രസാദ് എന്നായിരിക്കും. അപ്പോൾ എൻ്റെ പേര് പ്രസാദ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജോബ് കാറ്റഗറി ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് വേഗം കാണിച്ചു തരാം.
ഓക്കെ, എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ജോലി വെൽഡിങ് ജോലി 15 വർഷത്തെ വെൽഡിങ് ജോലിയാണ്. 15 വർഷത്തെ പരിചയമുണ്ട്. എനിക്ക് CV ഉണ്ടാക്കുന്നതിനുള്ള അബൌട്ട് മീ എന്ന സെക്ഷനിൽ ആഡ് ചെയ്യാനുള്ള വേർഡ് ഉണ്ടാക്കി തരുമോ? ഓക്കെ, അതൊന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോൾ തന്നെ തീർച്ചയായും അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് പറഞ്ഞിട്ടുള്ള അത് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക, നേരിട്ട് ടെസ്റ്റ് മാത്രം കോപ്പി ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം പറഞ്ഞാൽ ചില വ്യത്യാസം വരുത്താം. ഇല്ല പറഞ്ഞു വെച്ചാൽ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നേരിട്ട് കൊണ്ടുപോയി ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഐ ആം ഹൈലി എക്സ്പീരിയൻസ്ഡ് വെൽഡർ വിത്ത് ഓവർ 15 ഇയർ ഹാൻഡ് ഓൺ എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു വേർഡ് നമുക്ക് അതിലേക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി പാസ്പോർട്ട് നമ്പർ ഇതുപോലെ പാസ്പോർട്ട് നമ്പറാണോ ID നമ്പറാണോ എന്താണോ റെസിഡൻസി പെർമിറ്റ് ആണോ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ അത് ചെയ്യുക. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നോക്കണ ഒരു പാസ്പോർട്ട് നമ്പർ, അതുപോലെ വർക്ക് പെർമിറ്റ് ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഉണ്ട്, ഇല്ല പറഞ്ഞു വെച്ചാൽ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെ ഓരോന്നും നോക്കിയതിന് ശേഷം ഇത് ഓരോന്നോരോന്നും നോക്കി അഡ്രസ് ലൈന് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആഡ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായി ഓപ്പണായി വരും. അതുപോലെ ഫോട്ടോ ഉണ്ട് പറഞ്ഞാൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുക. അതേപോലെ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക. ഫോട്ടോ എന്നല്ല CV ക്രിയേറ്റ് ചെയ്യുക, നല്ലപോലെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് വേണം നമ്മുടെ CV ക്ലിയർ ആയിട്ട് ഉണ്ടാക്കുക. അതിന് ശേഷം ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള ടെംപ്ലേറ്റ് ഓരോരോ ഇപ്പോൾ ഞാനിത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റിൽ കാറ്റഗറി മൊത്തം സേവ് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ന്യൂ സെക്ഷൻ കാണാം. അപ്പോൾ അതുപോലെ ആഡ് ന്യൂ സെക്ഷനിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ലാംഗ്വേജ് സ്കില്ല് അങ്ങനെ ഓരോന്നോരോന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് നമുക്ക് വേണ്ടത് എന്താണോ, വർക്ക് എക്സ്പീരിയൻസ് ആണോ എന്ന് വെച്ചാൽ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നു, ആഡ് സെക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നിരിക്കുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ കമ്പനിയുടെ നെയിം, എംപ്ലോയർ, അതുപോലെ തന്നെ ഏത് പൊസിഷനാണെന്ന് വെച്ചാൽ ആ പൊസിഷൻ, എംപ്ലോയർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പനിയിലാണെന്ന് പറഞ്ഞാൽ ആ കമ്പനി ഏത് രാജ്യമാണ്, ഏത് സ്ഥലമാണെന്നുള്ള രാജ്യമാണെന്നുള്ളത്, സ്റ്റാർട്ട് ചെയ്തുള്ള വർഷം നമുക്ക് ടൈപ്പ് ഇതിൽ കൊടുക്കാം. ഡേറ്റ് അറിയണമെന്ന് വെച്ചാൽ അതും കൊടുക്കാം. എല്ലാ അത് നിർത്തി ആ കമ്പനി തന്നെ നിർത്തിയെന്ന് വെച്ചാൽ നമ്മൾ എൻഡും കൊടുക്കാം കേട്ടോ. ഓക്കെ, അല്ല നമ്മൾ കണ്ടിന്യൂ കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഓൺ ഗോയിങ് എന്നുള്ള ഭാഗം ഓപ്പൺ ആക്കി വെച്ചാൽ മതി. എൻഡ് കൊടുത്തില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത വർഷം മാത്രം കൊടുത്തിട്ട് ഓൺ ഗോയിങ് മാത്രം ഇതാക്കി വെച്ചിട്ട് സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോരോ സെക്ഷനായിട്ട് ഇപ്പോൾ അടുത്ത സെക്ഷൻ എടുക്കുന്നു, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ കാര്യങ്ങൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ CV ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. CV മൊത്തം ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് സേവ് എന്നുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങളുടെ CV അത് നല്ലപോലെ ക്രിയേറ്റ് ആകും. കാരണം വെച്ചാൽ ഞാനിതിൽ കംപ്ലീറ്റ് കാണിച്ചു തരില്ല, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതുപോലെ CV ക്രിയേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അത് ഫ്രീ ആയിട്ട് തന്നെയാണ്, തികച്ചും ഫ്രീ ആയിട്ടാണ് CV ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ CV ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കണം. കവർ ലെറ്റർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കവർ ലെറ്റർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ബാക്കോട്ട് വന്നു നമ്മളവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ബാക്ക് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ ആ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കവർ ലെറ്റർ മേക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ക്രിയേറ്റ് ന്യൂ കവർ ലെറ്റർ, പഴയ കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കൊടുക്കാം. ഇല്ല പറഞ്ഞു വെച്ചാൽ ക്രിയേറ്റ് ന്യൂ കവർ ലെറ്റർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ CV കൊടുക്കുന്ന പോലെ പേരും നാളും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അഡ്രസ് ലൈന്, അഡ്രസ്സും കാര്യങ്ങളും, പോസ്റ്റൽ കോഡ്, സിറ്റി, കൺട്രി, ഫോൺ നമ്പർ അത് ഏതൊക്കെ ഉണ്ടോ അത് കൊടുക്കുക. ഓക്കെ, വാട്സപ്പ് ഇൻസ്റ്റാൻറ്റ് മെസ്സേജിൽ വരുന്ന ഭാഗത്ത് വരുന്നത് സ്കൈപ്പ് ID ആണെന്ന് വെച്ചാൽ സ്കൈപ്പ് ID കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സഞ്ചർ ആണെങ്കിൽ വെച്ചാൽ വാട്സപ്പ് മെസ്സഞ്ചർ കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ നമ്പറാണ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അത് നമ്മുടെ കോഡടക്കം ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ കോഡ് നമ്പർ അടക്കം കൊടുത്തിട്ട് അത് സേവ് ചെയ്തിടുക. ഓക്കെ, അങ്ങനെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്താവും, ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഈ കണ്ടന്റ് എന്നുള്ള ബാക്കിയൊന്നും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൂടി കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ,
കണ്ടന്റുള്ള ഭാഗത്ത് അത് ഓരോന്ന് സേവ് ചെയ്തതിന് ശേഷം കണ്ടന്റുള്ള ഭാഗത്താണ് നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ, നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി അവതരിപ്പിക്കും, കമ്പനിയുടെ അടുത്താണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പറഞ്ഞു വെച്ചാൽ ആ കണ്ടന്റിന്റെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് സാറിന്റെ ഇപ്പോൾ എന്താണ് സാറിന് ഡിയർ സാറിനോ ഡിയർ മിസ്റ്റർന്നോ എന്താണോ പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം കൊടുക്കുക. ഡിയർ സാർ എന്ന് കൊടുക്കാം, പേര് അറിയുന്നുണ്ടെന്ന് വെച്ചാൽ പേര് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല പറഞ്ഞു വെച്ചാൽ പേര് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മൾ വേണ്ടത് പറഞ്ഞു വെച്ചാൽ നോക്കിയോളൂ, നമ്മൾ നേരത്തെ ഈ ചാറ്റ് GPT നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചാറ്റ് GPTയിലെ ഇതിലേക്ക് നേരിട്ട് പോവുക. ഇതിലേക്ക് നേരിട്ട് പോയി ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഇവിടെ എനിക്ക് ഒരു കവറിംഗ് ലെറ്റർ വേണം. ഓക്കെ, ഓക്കെ, ഇത്ര മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വെൽഡിംഗ് ജോലിക്ക് സംബന്ധമായിട്ടുള്ള ഒരു കവറിംഗ് ലെറ്റർ ഇതിവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടായിത്തരും. ഇല്ല ഒരു കോമൺ ആയിട്ട് മതി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ലെറ്റർ മാത്രം കോപ്പി ചെയ്യാം. ഓക്കെ, കണ്ടോ, നല്ല രീതിക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒന്നും അറിയാത്തവരെ പറയണമെന്ന് വെച്ചാൽ ഇതുപോലെ കോപ്പി ചെയ്തെടുത്തിട്ട് നേരിട്ട് ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓരോരോ ലെറ്റർ നമുക്കിപ്പോൾ കുറച്ചും കൂടി എടുത്തറിയിക്കണം എന്നിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 15 വർഷം 15 ഇയർ, അപ്പോൾ അങ്ങനെ വരുന്ന പറഞ്ഞ സമയത്ത് നമ്മൾ വേണ്ട ലെറ്റർ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വേണ്ട ലെറ്റർ മാത്രം നമുക്കിപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഈ ബോൾഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നത് തന്നെ കണ്ടല്ലേ, അതുപോലെ ബോൾഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ലെറ്റർ വേണം നമുക്ക് ഇത്തിരിയും കൂടി എടുത്തറിയിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതിന് ശേഷം സേവ് ചെയ്ത് കൊടുത്ത് ആ ക്ലോസിംഗ് ലെറ്ററിൻ്റെ അവിടെ യുവർ സിൻസിയർലിന്നോ ഫെയ്ത്ത്ഫുള്ളിന്നോ അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ പേര് ഇവിടെ ഏറ്റവും യുവർ നെയിം അത് ഫുൾ നെയിം കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്യാന്നല്ല സേവ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ കവറിംഗ് ലെറ്റർ റെഡിയായി. ഓക്കെ, അത്രയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഞാനിതിലൊന്നും ഫില്ലാക്കിയാത്ത കൊണ്ട് ഇതൊന്നും ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ ശരിക്കും അത് ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കിയെന്ന് വെച്ചോ, എല്ലാം കവർ ലെറ്ററുമായി CV ആയി എല്ലാം ആയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുപോലെ ജോബ് ഹണ്ട് ചെയ്യാൻ ഉറീസ് എന്നുള്ള വെബ്സൈറ്റാണ്. ഓക്കെ, ഉറീസ് എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമ്മളിപ്പോൾ ജോലി ഹണ്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ആ ഉറീസ് എന്നുള്ള വെബ്സൈറ്റ് അതും താഴെ ജോബ് ഹണ്ടിങ് ഉള്ള ഭാഗത്ത് CV ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. CV എന്നുള്ള ഭാഗത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജോബ് ഹണ്ടിങ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഭാഗം കൂടി കാണാം. അതിൽ ഉറീസ് എന്നുള്ളൊരു ഇത് കാണാം, ഒരു ടാഗ് കാണാം. അത് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഉറീസ് എന്നുള്ള വെബ്സൈറ്റ്. ഇതിൽ തന്നെ കണ്ടില്ലേ 3,12,000 അല്ല എന്തോ 31,12,000 സംതിങ് വേക്കൻസികളുണ്ട് ടോട്ടലായിട്ട് യൂറോപ്യൻ കൺട്രികളിലെല്ലാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ രാജ്യങ്ങളായിട്ട് സെലക്ട് ചെയ്യാം. ഇല്ല പറഞ്ഞു വെച്ചാൽ ഇവിടെ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത്. എന്താണ് ഓസ്ട്രേലിയയിൽ 68,000 വേക്കൻസികളുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് വരും ഓരോരോ വേക്കൻസികൾ വരും. ഇതിപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും കാണിക്കുക. ഇതിൽ നമ്മുടെ വേക്കൻസി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഓരോന്നും നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള വേക്കൻസികളായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഓരോരോ ജോബുകളായിട്ട് ഒന്നില്ല പറഞ്ഞു വെച്ചാൽ ഓരോരോ ജോബുകളായിട്ട് എടുത്ത് നോക്കുക. ടെമ്പററി എംപ്ലോയി ഏജൻസി ആക്റ്റീവ് ഫുൾ ടൈം വർക്കാണ്, ഡയറക്റ്റ് ഹെയറിംഗ് ആണ്. ഇതിൽ വന്നിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടായിട്ടുള്ള ജോബുകളാണ്. ഇതിലെന്താണ് റിക്വയർമെൻറ്റ് ലേബറിൻ്റെ വേക്കൻസീസ് ആണ്.
ലാംഗ്വേജ് ഇഷ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ലാംഗ്വേജ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്യുക പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ CV-യും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഇതേപോലെ ഒരു മെയിൽ ID കാണും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ജോബ് നോക്കി ഒരു ജോബിലേക്ക് ക്ലിക്ക് ചെയ്തു, അത് നേരിട്ട് നോക്കുക ഇതിൽ ഇംഗ്ലീഷ് ജോബുകളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിന് അഡീഷണൽ ആയിട്ട് ഇവർ ഡച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ല പറഞ്ഞു വെച്ചാൽ നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ എംപ്ലോയർ. ഓക്കെ, അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് അവിടെ പോയിരിക്കുന്നതിന് ശേഷം അവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും. അതുപോലെ ഈ റിക്രൂട്ടിംഗ് ഇതുപോലെ അവരുടെ മെയിൽ ID കാണണം. അപ്പോൾ ആ മെയിൽ IDയിൽ നേരിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലേക്കോട്ട് പോകും. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുന്നു. സബ്ജക്റ്റിൻ്റെ അവിടെ നമ്മൾ ഏത് ജോബ് പൊസിഷനാണോ നമ്മൾ നോക്കുന്നത് അത് നമ്മളിവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കണ അവിടെ ഇവിടെ സബ്ജക്റ്റിൻ്റെ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ജോലിക്കാണോ നിങ്ങൾ നോക്കാനുള്ളത്. ഇപ്പോൾ ചിലവർ ഡ്രൈവർ ആയിരിക്കാം, ആ ഡ്രൈവർ ജോലിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് നമുക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വെൽഡർ അല്ലേ, അപ്പോൾ വെൽഡറിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഞാൻ ChatGPT-യിലേക്ക് തന്നെ വന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് മെയിൽ CV അറ്റാച്ച് ചെയ്യാനുള്ള വേർഡ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ പറയുന്ന പ്രൊഫഷണൽ ഇമെയിൽ മെസ്സേജിന് ഉപയോഗിക്കാം CV അറ്റാച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ. ഇപ്പോൾ അതിലെന്താണ് ഇമെയിൽ ബോഡി ആപ്ലിക്കേഷൻ വെൽഡർ പൊസിഷൻ പ്രസാദ് കവപ്പറമ്പ് എന്നാണ് സബ്ജക്റ്റിന് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ആക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുക. കാരണം വെച്ചാൽ ഇത് അറിയാത്തവർക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതിന് ഒരു ഏകദേശം ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തിട്ട് നേരിട്ട് ആ മെയിലിൽ അവിടെ വന്നിട്ട് സബ്ജക്റ്റിൻ്റെ അവിടെ ഞാനിത് ഇത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദ വെൽഡർ പൊസിഷൻ പ്രസാദ് കവപ്പറമ്പ് എന്ന് പറഞ്ഞുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു, അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇമെയിൽ ബോഡി അതിൽ ഡിയർ സാർ മാഡം. ഇപ്പോൾ അത് തൊട്ടിട്ട് ഇത്രയും ഭാഗം നമ്മളിവിടെ കോപ്പി ചെയ്തു, നേരിട്ട് കംപ്രസ് മെയിലിലവിടെ ഇവിടെ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ഭാഗം കൂടിയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം വേണമെങ്കിൽ ഈ ഭാഗം കൂടിയിട്ട് നമുക്കിതിൽ എടുത്തിടാം. ഓക്കെ, ഈ ഭാഗം കൂടി എടുത്തിടുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, അതും കൂടി പേസ്റ്റ് ചെയ്തിട്ടു. വേഗം കൂടി പോസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം ഫോൺ നമ്പർ ഇമെയിൽ ID-യും കൂടിയിട്ട് ഇവിടെ നിങ്ങളുടെ മെയിൽ ID-യും ഫോൺ നമ്പറും കൂടിയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. മെയിൽ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഫയൽസിൽ പോയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്താണോ അത് നമ്മുടെ CV ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ CV വിത്ത് മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ലെറ്ററും കൂടിയിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മളിപ്പോൾ CV വിത്ത് മോട്ടിവേഷൻ ലെറ്റർ ആഡ് ചെയ്തതിന് ശേഷം സെൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻഡിങ്ങിൽ കൊടുത്താൽ തന്നെ ഈ പരിപാടി കഴിയണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തതിലേക്ക് വരുന്നു. അടുത്തതിൽ വന്നതിന് ശേഷം ബാക്ക് പോയി വീണ്ടും എന്തെങ്കിലും രീതിയിലുള്ള ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും നോക്കണം. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ വേക്കൻസികൾ നമുക്കിപ്പോൾ നോക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ബാക്കോട്ട് വരുമ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയ പറഞ്ഞുള്ള ഭാഗത്താണ്, ബെൽജിയം ഉണ്ട്, അങ്ങനെ ബൾഗേറിയ, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. സ്ലോവേനിയ അങ്ങനെ ഇഷ്ടംപോലെ, മാൾട്ടയിലുണ്ട് വേക്കൻസി, നെതർലാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നമ്മുടെ ജോബ് കാറ്റഗറി വേണമെങ്കിലും ഇട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ജോബ് എന്താണ്, ഇപ്പോൾ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇല്ല പറഞ്ഞാൽ വെയർ ഹൗസ് വർക്കറാണോ വെച്ചാൽ അങ്ങനെയും സെർച്ച് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഞാൻ വെൽഡർ ആയതുകൊണ്ട് ഞാൻ വെൽഡിങ് എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ വെൽഡർ എന്നുള്ള വേക്കൻസി എവിടെയെങ്കിലും ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഓക്കെ. ഇപ്പോൾ വെൽഡർ എന്നുള്ള വേക്കൻസി എവിടെയെങ്കിലും ഉണ്ട് പറഞ്ഞു വെച്ചാൽ ആ രാജ്യങ്ങളിലുള്ളതൊക്കെ നമുക്കിവിടെ എടുത്ത് കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ് കാണിക്കുന്നത്. നമുക്ക് ട്രാൻസ്ലേറ്റർ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല പറഞ്ഞു വെച്ചാൽ ട്രാൻസ്ലേറ്റ് ആവണില്ല പറഞ്ഞു വെച്ചാൽ നമുക്ക് അങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മെറ്റൽ വർക്കേഴ്സ്, അതുപോലെ മെക്കാനിക്കൽ വെൽഡിങ് ടെക്നോളജി, കൺസ്ട്രക്ഷൻ ഇത് കാണിക്കേണ്ടത്, ഇതുപോലെ വെൽഡറിൻ്റെ വേക്കൻസികൾ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഓരോരോ സെക്ടറായിട്ട് നമ്മളിപ്പോൾ എടുത്തു നോക്കി. ഇപ്പോൾ ജർമ്മനാണ് വർക്കിംഗ് ലാംഗ്വേജ്, ജർമ്മനാണ്. അപ്പോൾ ഇതുപോലെ വർക്കിംഗ് ലാംഗ്വേജ് ജർമ്മൻ, അതുപോലെ ഡച്ച്, ഇതുപോലുള്ള വേക്കൻസികൾ വരുമ്പോൾ ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അത് ജോബുകൾക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതെന്ന് വെച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനുള്ള കാരണങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഇതുപോലുള്ള ജോബുകൾക്കാണ്. അപ്പോൾ ഇഷ്ടംപോലെ ജോലികൾ ലോക്കൽ ലാംഗ്വേജ് അല്ലാതെ നമ്മുടെ സാധാരണ എന്താ വെച്ചാൽ നോർമൽ ലാംഗ്വേജ് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ പ്രൊവൈഡ് ചെയ്യാത്ത ജോലികളുണ്ട്. അപ്പോൾ അതിലേക്ക് മാത്രം നോക്കുക. ഇതും ഇപ്പോൾ ജർമ്മനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, അല്ലാതെ ഉള്ള ജോലികൾ ഓരോന്നായിട്ട് എടുത്തു നോക്കുക. ഇഷ്ടംപോലെ വേക്കൻസികളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം കാണിക്കുന്നതൊക്കെ ജർമ്മനാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും 1268 ടാബുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. നമ്മളുടെ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്ന ജോലികൾ മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ നോക്കുക എന്നല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ അഡ്വാൻസ് സെർച്ച് എന്നുള്ളൊരു ഭാഗം കൂടി കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ട് നോക്കാൻ സാധിക്കും. ഓക്കെ, ഇതുണ്ടോ, അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ജോബ് ഫീൽഡ് ചെക്ക് ചെയ്യാം, ജോബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റും. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ രാജ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബ് വേക്കൻസി കിട്ടാനുള്ള രാജ്യങ്ങൾ എവിടെയൊക്കെയാണെന്ന്. പോളണ്ട്, സ്ലോവേനിയ, ഹംഗറി, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, ഓക്കെ, ഇതുപോലെ അല്ലെങ്കിൽ നെതർലാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വേക്കൻസികൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിടുക. ഓക്കെ, പോളണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ പോളണ്ട് നോക്കണം. ഓക്കെ, പോളണ്ട്, അതിപ്പോൾ പോളണ്ടിലെ എല്ലാ സ്ഥലങ്ങളുമായി. സ്ലോവേനിയ, പോർച്ചുഗൽ, ഹംഗറി, അങ്ങനെ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ രാജ്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഏതൊക്കെ കാറ്റഗറിയാണ് അതും കൂടി സെലക്ട് ചെയ്ത് വിത്ത് യൂറീസ് ഫ്ലാഗ്, വിത്തൗട്ട് യൂറീസ് ഫ്ലാഗ്. ഓക്കെ, വിത്ത് യൂറീസ് ഫ്ലാഗിലോട്ടുള്ള വേക്കൻസികൾ 200 എണ്ണവും, അതുപോലെ 22,926 വേക്കൻസി വിത്തൗട്ട് യൂറീസ് ഫ്ലാഗിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോന്ന് നിങ്ങളുടെ ജോബ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലാംഗ്വേജ് നിങ്ങൾക്ക് അഡ്വാൻസ് സെർച്ചിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ള ജോലികൾ മാത്രം മതി പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം കൊടുക്കുക. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇല്ല പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, നമുക്ക് അറിയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ,
വർക്ക് എക്സ്പീരിയൻസ് വർക്കിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഫുൾ ടൈമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ ഫുൾ ടൈം കൊടുക്കുക, പാർട്ട് ടൈം ജോലികളില്ല, അപ്പോൾ അങ്ങനെ ഫുൾ ടൈം കൊടുക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തൊട്ടുണ്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ തൊട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ഹൈ സ്കൂൾ ഈ കാറ്റഗറിയിൽ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്നുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ടോ, അവിടെ സെർച്ച് ചെയ്യാൻ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേക്കൻസികൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഇത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പരമാവധി ജോലി കണ്ടെത്താൻ നോക്കുക. ഇല്ല പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഏറ്റവും ബാക്കിലോട്ട് പോവുക, ഓരോരോ രാജ്യങ്ങളായി എടുത്ത്, ഇപ്പോൾ സ്ലോവേനിയാണെന്ന് വെച്ചാൽ സ്ലോവേക്കിയ എടുത്തിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കി ഇപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫുൾ ടൈം ജോബിൽ ഓക്കെ ഉണ്ടോ. ഇതുപോലെ ഓരോരോ ജോലികളായി നോക്കി എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞത് ഒരു ദിവസത്തിൽ ഒരു 10 or 20 എണ്ണെങ്കിലും നിങ്ങൾ പരമാവധി അയക്കാൻ ശ്രമിക്കുക. ഓക്കെ, മെയിൽ ചെയ്യാൻ നോക്കുക, ഓരോരോ എംപ്ലോയറിലേക്ക് അയക്കാൻ നോക്കുക, ഓരോരോ രാജ്യങ്ങളിൽ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾ സെലക്റ്റീവായിട്ട് അയക്കാൻ നോക്കുക. അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്ത ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വേക്കൻസികൾ നമുക്ക് ദുബായിലും വരുന്നുണ്ട്, ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ തന്നെ ഒരുപാട് വേക്കൻസികളും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ പെർ ഹവർ എത്ര വരുന്നുണ്ട് തൊട്ടിട്ട് 1200-2000 euro വരയ്ക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് അതെന്താണ് നിങ്ങളുടെ കമൻറ്റ് രൂപത്തിലും ലൈക്ക് രൂപത്തിലും ചെയ്യുക. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ.